എനിക്കാണെങ്കിൽ പറയാനൊരു വലിയ അനുഭവമുണ്ട്. ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മാനേജ്മെൻറ്റ് സ്കൂളാണ്. അപ്പോൾ അവിടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ നമ്മളെല്ലാ പ്രാവശ്യവും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മാക്സിമം നമ്മുടെ വിഷയത്തിന് 100% കുട്ടികളെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് സ്ഥിരമായിട്ട് ചോദ്യം പറയാത്തൊരു കുട്ടീനെ നമ്മൾ ചെറുതായിട്ടൊന്ന് അടിക്കാൻ പാടില്ല. ഇപ്പം നമ്മളങ്ങനെ അടിക്കാറില്ല. ഇതൊരു 10-20 വർഷത്തിന് മുമ്പുള്ളൊരു കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കൈ വലിച്ചു. അവൻ്റെ അറിയാതെ കൈ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഷട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് തൂത്ത്. ആരെങ്കിലും പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ ഞാൻ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള രീതിയാവും. പിന്നെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി പൈപ്പിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ ഷർട്ടൊക്കെ ഊരിമാക്കി ഞാൻ തന്നെ സോപ്പിട്ടൊക്കെ കഴുകി ഇട്ട് ഉണക്കി പിന്നെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് വലിയ പേടിയായി. പിന്നെ ബാൻഡേജൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ച് മരുന്നൊക്കെ വെച്ചിട്ടാണ് അന്ന് വിടുന്നത്. അപ്പോൾ പിറ്റേ ദിവസം അവൻ വന്നില്ല. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം എന്തെങ്കിലും കേസോ വഴക്കൊക്കെ ആവും. മനുഷ്യാവകാശ കമ്മീഷൻ, ചൈൽഡ് ലൈൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ പിന്നെ സംഘടനകളൊക്കെ വന്ന് ഇടപെട്ട് അങ്ങനെ 2-3 ദിവസം വരാതിരുന്നു. പിന്നെ ഒരു ശനി ഞായറുമായിരുന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാൻ അസംബ്ലി ഇരിക്കുന്ന സമയത്ത് അസംബ്ലി തുടങ്ങിയിട്ട് അവനെ കണ്ടില്ല. അപ്പോഴും എനിക്ക് ടെൻഷനാണ്. 3-4 ദിവസം എനിക്ക് വലിയ ടെൻഷനായിരുന്നു കേസാവുമെന്നുള്ളത്. പക്ഷേ 9-10 അസംബ്ലി തുടങ്ങി ആ സമയമായപ്പോഴത്തേക്ക് അവൻ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഞാൻ RJ Media presents YXO Kerala.